ഹായ്, പിന്നെ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖല്ലേ? ദിവ്യം കൂട്ടായ്മയുടെ ആത്മീയ ചാനലായ TFM യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും വരും. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ വന്നത് എന്താ വെച്ചാല്, ഞാൻ കുറെ നാളായി കാണാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് എല്ലാ കൂട്ടുകാരും പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം എഴുതുന്ന, പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന എല്ലാ കൂട്ടുകാരും കാണാൻ വേണ്ടി ഇറങ്ങിയതാ. എന്താ വെച്ചിട്ടുണ്ടാ, എല്ലാവർക്കും വിജയാശംസകൾ ആദ്യം തന്നെ നേരിയ. കാരണം ഇപ്പൊ വേണ്ടി പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുറെ കുട്ടികളുണ്ടാവും. ഒരു കൊല്ലായി സ്കൂളിലെല്ലാം തുടങ്ങിയിട്ട് പരീക്ഷ അറിഞ്ഞിട്ട് അടുത്ത വർഷം പാസ്സാവും, ജയിക്കണമെന്നുള്ള വാശിയോടെ പഠിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി പേരുണ്ട്. ഒപ്പം തന്നെ എന്തുണ്ട്, അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, പിന്നെ പഠിക്കാമെന്ന് പറഞ്ഞ് കളിയും ചിരിയുമായി നടക്കുന്ന കൂട്ടുകാരുമുണ്ട്. അപ്പൊ അവരോട് കേട്ട് ചെറിയ കുശലം പറയണം, ഈശോയെ കുറിച്ച് ഒന്ന് സംസാരിക്കണം എന്ന് വെച്ചിട്ടാ. അപ്പൊ പറഞ്ഞു തന്നത് എന്താ വെച്ചാല്, ആദ്യം ഒരു വചനം കേൾക്കാം. എന്താണെന്നറിയാമോ? ഏശയ്യായുടെ പുസ്തകം 54-ാം അധ്യായത്തിന്റെ 13-ാം തിരുവചനം. വചനം നിങ്ങൾക്ക് അറിയാമോ? വചനം പറയുന്നത്, കർത്താവ് തന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ് ആർജിക്കുകയും ചെയ്യും. അപ്പൊ ഈ വചനം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നെ കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യം പറയാനാ. അപ്പൊ അത് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ വേണ്ടതെന്ന്. കുറച്ച് ചെറുതായിട്ട് കുറുമ്പുള്ള, എന്റെ അത്ര ഇല്ലെങ്കിലും ചെറുതായിട്ട് കുറുമ്പുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോ ഇത് പ്രത്യേകിച്ച് കേൾക്കണം, പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, ഒപ്പം മാതാപിതാക്കൾക്കും കൂടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇനി വിഷയത്തിൽ കേൾക്കാം. ഞാന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടം, ഞാൻ പഠിക്കാൻ നല്ല കുട്ടിയൊന്നല്ല, ഒരു ഏവറേജ്. അപ്പൊ എന്നോട് ടീച്ചർമാര് പറഞ്ഞതിനെ അനുസരിച്ച് പഠിച്ച് പോവും എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പരീക്ഷ കഴിഞ്ഞു, അതും ഹാഫ് ഇയറിൽ പരീക്ഷ കഴിഞ്ഞു. പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടി വീട്ടിൽ നിന്ന് അമ്മയെ വിളിപ്പിച്ചു. വീട്ടിൽ നിന്ന് അമ്മ വന്നപ്പോൾ ടീച്ചറൊരു കാര്യം പറയാ, നിങ്ങളുടെ മകൻ നല്ല പഠിക്കാൻ കഴിവുള്ള കുട്ടിയാ. അപ്പൊ അമ്മയ്ക്ക് വളരെ സന്തോഷമായി. എന്താ പഠിക്കാൻ കഴിവുള്ള കുട്ടി എന്നല്ല പറഞ്ഞത്. എന്തുണ്ടായിന്ന് അറിയാമോ? ടീച്ചർ പിന്നെ കൂട്ടിച്ചേർത്ത് പറയാണ്, എന്താണെന്നറിയോ, നിങ്ങളുടെ മകൻ 10ാം ക്ലാസ് തോറ്റു പോകുന്നു. അമ്മയ്ക്ക് ഒത്തിരി സങ്കടമായിട്ടാ തോറ്റു പോകുന്നു പറഞ്ഞപ്പോ. കാരണം അതുവരെ നല്ല കുട്ടിയാണ്, പഠിക്കുന്ന കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ തോറ്റു പോകുന്നു പറഞ്ഞപ്പോ അമ്മ സങ്കടപ്പെടുന്നതിനേക്കാൾ കൂടുതലായിട്ട് അമ്മ ഒന്ന് ഞെട്ടി. അമ്മ എന്നിട്ട് പറഞ്ഞു, ടീച്ചർമാരോട് പറഞ്ഞു, നിസ്സാരമായിട്ട് പറഞ്ഞു, ടീച്ചറെ അവന്റെ കാര്യം എന്താ വെച്ചാ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, അത് അവനെ തീരുമാനിക്കണ്ടേ. അവൻ പഠിച്ചില്ല, അവൻ തോൽക്കുന്നു. പഠിക്കാൻ ബുദ്ധിയുള്ള കുട്ടിയാന്നല്ല ഇപ്പൊ ടീച്ചർ പറഞ്ഞേ, അവൻ തോൽക്കുന്നു. ഇനി എന്താണെന്ന് വെച്ചാൽ അവൻ തീരുമാനിക്കട്ടെ. അതും പറഞ്ഞ് അമ്മ വീട്ടിലേക്ക് പോയി. എന്തുണ്ടായിന്നറിയാമോ? അന്ന് രാത്രി കുടുംബ പ്രാർത്ഥന സമയത്ത് അമ്മ എന്നോട് ചോദിച്ചു, നിനക്ക് ജയിക്കണോ? അത്ര മാത്രമേ ചോദിച്ചുള്ളൂ, ജയിക്കണോ? ഞാൻ പറഞ്ഞു, എന്താ ചോദ്യം അമ്മ ചോദിക്കുന്നത്? ജയിക്കണല്ലോ. അപ്പൊ പഠിക്കാത്ത നിനക്ക് എങ്ങനെ ജയിക്കാൻ പറ്റും? പഠിക്കാത്ത എനിക്ക് ജയിക്കാൻ പറ്റില്ല. അപ്പൊ നീ ഒരു കാര്യം ചെയ്യേ, ഇത്ര കാലം നീ പഠിക്കാതെ നടന്നു, ശരിയാണോ? ശരിയല്ല. അപ്പൊ ഒരു കാര്യം നീ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നീ ഈശോടും മാപ്പ് ചോദിക്കും. ഇനി നീ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം, എന്റെ അമ്മ പറഞ്ഞതാ. എന്താ അമ്മ കൂട്ടിച്ചേർത്ത് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? എന്റെ വീടിന്റെ അടുത്ത് ഒരു കുട്ടിയുണ്ട്, ഫുൾ ടൈം പഠിക്കുന്ന കുട്ടിയാണ്. പിന്നെ എന്നെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ എന്റെ അമ്മ ഞാൻ വിചാരിക്കുന്നത്, എന്റെ അമ്മ വീട്ടുകാര് പറയുന്നത്, നന്നായി പ്രാർത്ഥിക്കുന്ന കുട്ടി, നന്നായി പഠിക്കുന്ന കുട്ടി, ചീത്ത കൂട്ടുകെട്ടില്ലാത്ത. പക്ഷെ എന്നാൽ എനിക്കറിയാം ഏവറേജ്. ഞാനതൊരു ഏവറേജ്. പഠിച്ചാ പഠിച്ചു, പ്രാർത്ഥിച്ചു, അത്രേ ഉള്ളൂ. ഇന്നും അങ്ങനെ തന്നെ, അന്നും അങ്ങനെ തന്നെ. ഇനി അപ്പൊ എന്റെ അമ്മ കൂട്ടിച്ചേർത്ത് പറഞ്ഞ്, നമ്മളൊക്കെ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന മക്കളാണ്. യേശുവിനോട് പ്രാർത്ഥിക്കുന്നവര് തോൽക്കുകയും അപ്പുറത്ത് യേശുവിനോട് പ്രാർത്ഥിക്കാത്തവര് ജയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ യേശുവിന് ഒത്തിരി വിഷമാവില്ലേ എന്ന് അമ്മ പറഞ്ഞു. അപ്പൊ അത് കേട്ടിട്ട് എനിക്കും ഒരു സങ്കടം തോന്നി. ഞാൻ ചോദിച്ചു, ഇനി എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എന്റെ അമ്മ പറഞ്ഞു, നീയല്ലേ ഞങ്ങളെന്നെ ജപമാലയെല്ലാം പഠിപ്പിച്ചത്, കൊന്തയില് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഈ വീട്ടിൽ നീയല്ലേ ഏറ്റാതിക്ക്. ഇത് പറയാൻ കാരണമുണ്ട്, എന്റെ മുന്നത്തെ സാക്ഷ്യങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണെന്ന്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്ക്, മാതാവിനോട് മധ്യസ്ഥ യാചിച്ച് പ്രാർത്ഥിക്ക്, ഈശോയോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്ക്, നീ ജയിക്കുക. എന്റെ അമ്മ അങ്ങനെ സമാധാനിപ്പിച്ച് പറഞ്ഞു. എന്നിട്ട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു, നീ പഠിച്ചോ, നിന്റെ കൂടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എന്റെ അമ്മ പറഞ്ഞത് ഇങ്ങനെയാ, എനിക്ക് നിന്നെ പഠിപ്പിക്കാനുള്ള വിദ്യാഭ്യാസമോ കഴിവോ എനിക്കില്ല, നീ
പഠിക്കുമ്പോ നിന്റെ അടുത്തിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, അങ്ങനെ എന്റെ അമ്മ എന്നോടൊപ്പം ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ പഠിക്കുമ്പോ. എന്നിട്ട് എന്റെ പുസ്തകം വാങ്ങിയിട്ട് എന്റെ അമ്മ ഏതാനും ചോദ്യങ്ങൾ മാർക്ക് ചെയ്യാൻ തുടങ്ങി. ചോദ്യങ്ങൾ മാർക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, ഈ മാർക്ക് ചെയ്തതൊക്കെ പഠിച്ചോ? ഞാനോ പിശുക്കനാണെന്ന് വെച്ചാൽ പിശുക്കനാ. കാരണം പറഞ്ഞതനുസരിക്കാനോ കുറച്ച് മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് അമ്മ മാർക്ക് ചെയ്തതിന്റെ എനിക്കിഷ്ടമുള്ളത് മാത്രം ഞാൻ പഠിച്ചു. പ്രിയമുള്ളവരെ, അങ്ങനെ പരീക്ഷ ദിവസം വന്നു. ഞാന് അങ്ങനെ പരീക്ഷ ഹാളിലേക്ക് പോയി. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. എന്താണെന്നറിയോ, ഇതിന്റെ അമ്മ മാർക്ക് ചെയ്ത ചോദ്യങ്ങളാണ് ചോദിച്ചേർക്കണത്. അങ്ങനെ കുറച്ച് മാത്രം പഠിച്ചതുകൊണ്ട് എന്തിനായി, എനിക്ക് ആ കുറച്ച് മാത്രം എഴുതാൻ പറ്റി. അന്ന് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തില് 210 മാർക്ക് കിട്ടി കഴിഞ്ഞാൽ 10ാം ക്ലാസ് ജയിക്കുമായിരുന്നു. ഇപ്പോഴൊക്കെ അല്ലേ A+ ഒക്കെ കിട്ടുന്ന കാലഘട്ടമായത്. അന്ന് മാർക്ക് കിട്ടിയാൽ മതിയായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് മാത്രം പഠിച്ചുകൊണ്ട് 218 മാർക്ക് കിട്ടി. ഞാൻ അങ്ങനെ 10ാം ക്ലാസ് ജയിച്ചു. കർത്താവിനോട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് കരുണ ചെയ്തു. അവൻ വിശ്വസ്തനായിരുന്നു. അവനോട് ചോദിച്ചാൽ അവൻ നൽകുന്നവനാണ്. അതുപോലെ ഈ കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇതുവരെയും കളിച്ചു നടന്ന മക്കൾക്കായി പറയാണ്, ഈ സമയം, ഇത് കേൾക്കുന്ന സമയം മുതലേ, എന്നെ ശ്രവിക്കുന്ന സമയം മുതലേ നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാൽ, ഇതുവരെ കളിച്ചു നടന്ന സമയത്തെ ഓർത്ത് മാപ്പ് ചോദിച്ച് പഠിച്ചാൽ വിജയം നമ്മുടെ കൈകളിൽ ദൈവം തരും. അതുകൊണ്ട് ആ വിജയം സ്വന്തമാക്കാൻ എല്ലാ കുട്ടികളെയും ഈശോ ക്ഷണിക്കുന്നുണ്ട്. ആർ യു റെഡി? നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഓക്കെ, ബൈ.